രാജക്കാട് പഴയപള്ളിക്ക് സമയമുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് ഫെയ്ത്ത് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കഴിഞ്ഞ 2 ദിവസമായി നടന്നു വരുന്ന ഈ പരസ്യയോഗത്തിന്റെ ഗ്രാമീണ സുവിശേഷത്തിന്റെ ഏകദേശം 12ാമത്തെ സ്ഥലമാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സന്ദർശിച്ച, അങ്ങ് സഞ്ചരിച്ച, അങ്ങ് അയച്ച ശിഷ്യന്മാർ സഞ്ചരിച്ചിടത്തൊക്കെ ദൈവത്തിൻ്റെ ഉണർവ് വ്യാപരിച്ചെങ്കിൽ, അനേകരെ രക്ഷയിലേക്ക് നയിച്ചെങ്കിൽ, കർത്താവേ, ഞങ്ങൾ കാലുകുത്തി ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദപരിമിതിക്കുള്ളിൽ ആയിരിക്കുന്ന എല്ലാ വ്യാപാരി വ്യവസായികളെ, അതുപോലെ സഞ്ചരിക്കുന്നവരെ, വാഹനം ഓടിക്കുന്നവരെല്ലാവരും ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങൾ സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്ക് സ്വർഗീയ നല്ല പിതാവേ. മറക്കരുതേ മന്നവൻ തന്നുപകാരങ്ങൾ, മന്നവൻ തന്നുപകാരങ്ങൾ. മനുജാനീ മറക്കരുതേ മന്നവൻ തന്നുപകാരങ്ങൾ, മന്നവൻ തന്നുപകാരങ്ങൾ. ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി ഇഹത്തിലെ ശ്രേഷ്ഠരോടിരുത്തി. ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി ഇഹത്തിലെ ശ്രേഷ്ഠരോടിരുത്തി. മൃഷ്ടാനുഭോജനം തന്നു പോഷിപ്പിച്ച, മൃഷ്ടാനുഭോജനം തന്നു പോഷിപ്പിച്ച അവന്റെ എത്രയോ ശ്രേഷ്ഠം. മനുജാനീ മറക്കരുതേ മന്നവൻ തന്നുപകാരങ്ങൾ, മന്നവൻ തന്നുപകാരങ്ങൾ. സാത്താൻ തന്നടിമയിൽ നിന്നും രക്ഷിച്ചു തൻ സുതരാക്കി. സാത്താൻ തന്നടിമയിൽ നിന്നും രക്ഷിച്ചു തൻ സുതരാക്കി. രാജകീയ പുരോഹിതരാക്കിയ അവന്റെ എത്രയോ ശ്രേഷ്ഠം. രാജകീയ പുരോഹിതരാക്കിയ അവന്റെ എത്രയോ ശ്രേഷ്ഠം. മനുജാനീ മറക്കരുതേ മന്നവൻ തന്നുപകാരങ്ങൾ, മന്നവൻ തന്നുപകാരങ്ങൾ. വായിച്ചു കേൾക്കാം. 12ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥേനയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ, ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല താനും എന്ന് പറഞ്ഞു. വളരെ ആഴമായ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ
ഒരുക്കുന്നതാ എൻ ജീവിതത്തിൽ നന്നായി വരാനാ എന്റെ താലൻ ഒരുക്കുന്നതാ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാഗം ഉയരാതിരുന്നിട്ടില്ല ഒരു നോവും ഉയരാതിരുന്നിട്ടില്ല കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാഗം ഉലരാതിരുന്നിട്ടില്ല ഒരു നോവും ഉയരാതിരുന്നിട്ടില്ല തിരമാലയിൽ ഈ ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ അവരെത്തിൻ മരികെ അവനുള്ളതാ ഒരു മഴയും പോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ദൈവത്തിന്റെ പരിശുദ്ധാവ് വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ. ഇപ്പോൾ ഒരു അനുഭവ സാക്ഷ്യം ഒരു ചില നിമിഷങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം ഒരു ഗാനം കേട്ട ശേഷം ദൈവവചനത്തിൽ കൂടി നമുക്ക് കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് നിങ്ങളെ ക്ഷണിച്ചോളൂ. ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഭവങ്ങളും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ഞങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പേര് ബോസ് എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന പ്രദേശത്തിന് അടുത്തുള്ള ഏനാത്തുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പ ചെന്നൈയിലായിരുന്നു. പപ്പ ചെന്നൈയിൽ ജോലി സംബന്ധമായിട്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഭവനത്തിൽ 3 എയർഫോഴ്സുകാരുണ്ട്. അതിൽ 2 പേര് നല്ല മദ്യപാനികളാണ്. അവര് പല വാങ്ങാത്തവരുടെ കോട്ടയെല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന പതിവായിരുന്നു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞ കുപ്പിയിൽ നിന്നുള്ള തുള്ളികളൊക്കെ ചെറുപ്രായത്തിൽ നക്കാൻ തുടങ്ങി. അങ്ങനെ കുടിച്ച് അങ്ങനെ ചെറുതായിട്ടൊക്കെ നക്കി കുപ്പിയിൽ നിന്ന് മോട്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു ചെറിയ മദ്യപാനത്തിന്റെ ശീലത്തിലേക്ക് കടന്നുപോയി. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു രസത്തിന് രാഷ്ട്രീയമായി ചില മുമ്പോട്ടൊക്കെ നീങ്ങി. വലിയ സന്തോഷമാണ് മുമ്പിൽ നിൽക്കുന്നു എങ്കിലാ വിളിക്കാനും ഒക്കെ. പ്രസ്ഥാനമൊന്നും ഞാൻ പറയത്തില്ല. അതിന് തിരുവനന്തപുരത്ത് പോകാനുള്ള കൊട്ടേഷനൊക്കെ പിടിച്ച് എത്ര പേര് വേണമെങ്കിലും ഇവിടെ കൊണ്ടുപോകാനും സമരത്തിനും കള്ളും ബിരിയാണിയും മേടിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങ് സമരത്തിന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നൊരു ഏജന്റായിട്ട് മാറ്റപ്പെട്ടു. പക്ഷേ ജീവിതത്തിന്റെ വിദ്യാഭ്യാസ മേഖലകൾ കുഴഞ്ഞ് ഭവനത്തിലും ദേശക്കാർക്കുമൊക്കെ ഒരു വല്ലാത്ത പ്രയാസത്തിലായി. ഞാൻ മുഖാന്തരം മമ്മിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. മമ്മി എന്നെ തേടി പലപ്പോഴും സ്റ്റേഷനിലും പഞ്ചായത്തോമറ വീട്ടിലൊക്കെ വരാറുണ്ട്. അവരെ അങ്ങനെ ആയിങ്ങനെയാന്നൊക്കെ പറഞ്ഞു പല കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങി. ഒരു ദിവസം
ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ടു, ഈ മകനെ ഞങ്ങൾക്ക് വേണ്ട, നീ എടുത്തോണേ ദൈവമേ എന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന കേട്ട് ഞാൻ മാനസികമായിട്ടൊക്കെ തകർന്നു. ഒരു രസമാണ് അതും. ആരെന്ന് പറഞ്ഞാലും ഉപദേശിച്ചാലും കേൾക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ എഴുതുമ്പോൾ ഞാൻ അറിയാത്ത ചില പ്രതിസന്ധികളിൽ എന്റെ പേരകപ്പെടുവാനിടയായി. ആ വകുപ്പുകളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയായി ദേശത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. വീട്ടുകാരനോട് പറഞ്ഞു, നല്ലൊരു തല്ലിക്കൊല്ലുന്നതിനും എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് എന്നെ വീട്ടുകാരൻ അവിടെ നാട് കടത്തി. ചെന്നൈയിൽ പോയി എവിടെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി വിട്ടതാണ്. പക്ഷെ അവര് വിചാരിച്ചു ഇവിടുന്ന് ചെന്നൈ പോയി കഴിയുമ്പോൾ എന്റെ സ്വഭാവം മാറുമെന്ന്. പക്ഷെ എന്നെ പിടിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം എന്റെ കൂടെ ചെന്നൈക്ക് വന്നു. എന്നെ എവിടെ കൊണ്ടാക്കിയ ഭവനത്തിൽ ഒറ്റ ആഴ്ച മാത്രമേ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. കൈയെടുത്തത് എഴുതു പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. കാരണം ആ സ്വഭാവം, ഒരു സ്ഥലം മാറിയെന്ന് പറഞ്ഞ സ്വഭാവം മാറത്തില്ല. പിന്നെ ചില കമ്പനികൾ ജോലിക്ക് പോയി, ചില തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കി, തൊഴിലൊക്കെ തുടങ്ങി, ചെറിയ ചെറിയ സ്മാർട്ട് ഇൻഡസ്ട്രിയുടെ പരിപാടികളൊക്കെ തുടങ്ങി, കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നുള്ള താല്പര്യമായി. അത് കാശ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാമോ? പോണ്ടിച്ചേരിക്ക് പോരാ. അങ്ങനെ ഒരു ഒരു സ്വഭാവ ദൂഷ്യത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ വീട്ടുകാരനെ അന്വേഷിച്ച് വന്ന് പറഞ്ഞു, ഇവനെ വിവാഹം ചെയ്ത് കഴിച്ചാൽ ഇവ നേരെയാവുന്നു. അങ്ങനെ ഞാൻ എന്റെ ജില്ലയല്ല മറ്റൊരു ജില്ലയിൽ നിന്ന് എനിക്ക് വിവാഹമൊക്കെ ശരിയാക്കി തന്നു. വിവാഹം കഴിച്ചിട്ടും എന്റെ സ്വഭാവം അങ്ങനെയാ. വിവാഹം കഴിച്ച് 6ാമത്തെ മാസം ജീവിതം മൊത്തം തകർന്നടിഞ്ഞ് ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് മരിക്കുന്നത് നല്ലതാണെന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ അരികിലേക്ക് ചില പ്രാർത്ഥനക്കാർ കടന്നു വന്ന്. ഞങ്ങൾ ഈ വന്നതുപോലെ ചിലരൊക്കെ വന്നു, എന്നോട് സംസാരിച്ചു. എന്റെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഇന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ മരിച്ചാൽ കൊള്ളാമല്ലോ. അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് മരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥനക്കാരുടെ കൂടെ പോയാണ് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനിടയാത്തത്. പ്രിയമുള്ളവരെ, ഒരു പുനർജന്മം കർത്താവ് തന്നതുപോലെ എന്റെ ജീവിതത്തെ തരുവാനിടയായി. ഞാൻ ചിന്തിച്ചു, എന്താ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം? എന്റെ പപ്പ മദ്യപാനിയല്ല, എന്റെ വീട്ടിലാരും അങ്ങനെയുള്ള ചില ബന്ധുക്കളൊക്കെ മദ്യപാനികളാണെങ്കിൽ എന്റെ പപ്പ മദ്യപിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ എനിക്കെന്ത് ഈ സ്വഭാവം വരാൻ കാര്യം? പിന്നീടാണ് ദൈവം വെളിപ്പെടുത്തുന്നത്, നശിപ്പിക്കുന്ന ഒരു ശക്തി ഒരു യൗവനക്കാരന്റെ ഒരു ജീവിതത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെയും ഭാവിയെയും ആരോഗ്യത്തെയും അവന്റെ സമാധാനത്തെയും അവന്റെ ജീവിതം അവനുണ്ടാക്കിയ എല്ലാ നന്മകളെയും നശിപ്പിച്ച് ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരാക്കി മരണത്തിലേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് നശിപ്പിക്കുന്ന ശക്തിയുടെ വ്യാപാരം. യോഹന്നാൻ നശിപ്പിച്ചതിനും 10:10 പറയുന്നത്, വേദപുസ്തകം അതിനെക്കുറിച്ച് നശിപ്പിക്കുന്ന ശക്തിയെ കുറിച്ച് ഉപമ പറയുന്നുണ്ട്. അതിന്റെ പേരാണ് കള്ളൻ. കള്ളൻ വീട്ടിൽ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കാനുമാണ്. കള്ളൻ ആരുടെ വീട്ടിൽ ഫോൺ ചെയ്ത് പറഞ്ഞ് നാളെ ഭവനത്തിൽ മോഷ്ടിക്കാൻ വരുന്നുണ്ട്, അത് ഒരുങ്ങിയിരിക്കണമെന്നൊന്നും ഒരു കള്ളനും പറയാറില്ല. വന്ന് മോഷണം കഴിഞ്ഞ ശേഷമാണ് വീട്ടുകാർ പോലും പറയുന്നത് വീട്ടിൽ കള്ളൻ കയറിയെന്ന്. നശിപ്പിക്കുന്ന ശക്തി ഇതുപോലെയാണ്. ചില കുടുംബത്തിൽ മദ്യപാനത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ജാരസംഖ്യയിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുകൂടി തകർന്ന ശേഷമാണ് തിരിച്ചറിവുണ്ടാകുന്നത്, അയ്യോ എന്തൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടെ നഷ്ടപ്പെട്ടു പോയി. ഒരു കുടുംബ ജീവിതത്തിൽ പിശാച് കയറി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഐക്യത അവൻ മോഷ്ടിച്ചോണ്ട് പോകും, സമാധാനം അവൻ മോഷ്ടിച്ചോണ്ട് പോകും. ആ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ യേശുവിന്റെ ശക്തിക്കല്ലാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരു ശക്തിയുണ്ട്, അത് യേശുവിന്റെ ശക്തിയാ. പ്രിയമുള്ളവരെ, ഇന്ന് സന്തോഷത്തോടെ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം യേശുവിന്റെ ശക്തിയിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? ഏത് പാപത്തിന്റെയും നിരാശയുടെയും തകർച്ചയുടെയും പടുകുഴി കിടക്കുന്ന വ്യക്തിയാണെങ്കിലും മനുഷ്യരും ആരോഗ്യമുള്ളപ്പോഴും സൗന്ദര്യമുള്ളപ്പോഴും പണമുള്ളപ്പോഴെല്ലാം കൂട്ടുകാരുണ്ട്. ഭവനത്തിൽ കുഞ്ഞുങ്ങൾക്ക് അതിൽ ഒരു നേരം ചായ കുടിക്കാൻ പാലില്ലാതിരുന്നാലും അതിൽ കട്ടിങ്സ് അടിക്കാൻ വേണ്ടി ഷെയർ ഇടാൻ ആൾക്കാർ തയ്യാറാണ്. എന്നാ പൈസ എടുത്ത് നിന്റെ മോന് 4 പുസ്തകം ഒരു ഉടുപ്പ് നിക്കറ് മേടിച്ചു കൊടുക്കാൻ ആരും ചെയ്യത്തില്ല. മദ്യപിക്കാൻ കൂട്ടുകാരുണ്ട്, ആരെ വഴക്കുണ്ടാക്കാൻ കൂട്ടുകാരുണ്ട്, ഈങ്കല വിളിക്കാൻ കൂട്ടുകാരുണ്ട്. അന്ന് നമുക്ക് രാഷ്ട്രീയക്കാരെ നമുക്ക് വേണം, അത് മറ്റുള്ളവർ നമ്മൾ കൊണ്ടു നടക്കും. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, അത് തീരാത്ത പ്രതിസന്ധികൾ, വല്ലാത്ത വകുപ്പുകളിൽ ചില കേസുകൾ കയറിക്കഴിഞ്ഞാൽ അവരെല്ലാം പറയും ഞങ്ങൾ പുറകെയുണ്ട്, നീ മുമ്പേ വെക്കോളാൻ പറയും. നമ്മൾ കുറിയാൻ അവരെ രക്ഷിക്കാൻ ആരും വരത്തില്ല. പക്ഷേ കഷ്ടതയുടെയും പ്രയാസങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഒരു യേശുവിന്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങളെല്ലാം ജയിലറകളിലും സെൻട്രൽ ജയിലും ഒക്കെ അകപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ടവരാ. പ്രിയമുള്ളവരെ, അവിടുന്ന് യേശു സ്നേഹിച്ചതാ. ഒരുവേള ഇനി രക്ഷപ്പെടാൻ പഴുതില്ലാതെ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ശബ്ദത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു നിങ്ങളെ സഹായിക്കും. ഈ വചനങ്ങൾ ആദ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാണവേദനയിലായി എന്ന ഒരു വാക്ക് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും.
ആ പ്രാണവേദന മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മെ മകനും മകളുമാക്കുവാൻ ഒരിക്കൽ ഈ ആത്മഹത്യയുടെ വാക്കുകളിൽ നിന്നും ആത്മരക്ഷയിലേക്ക് കർത്താവ് തന്റെ പ്രാണൻ കൊടുത്താണ് കൊണ്ടുവന്നത്. ഇപ്പോൾ കേട്ട സാക്ഷ്യവും അതുപോലത്തെ ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവന് വേണ്ടി നമ്മുടെ കർത്താവ് കൊടുത്ത പ്രാണനെ വർണ്ണിക്കുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം. തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോരതൊഴിഞ്ഞും നിന്നെ സ്നേഹിച്ചു, എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോരതൊഴിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആശാവമാകൃഷി ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആശാവമാകൃഷി ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില, എന്നും നീ എൻ്റെ മാത്രമേ, എന്നും നീ എൻ്റെ മാത്രമേ. നിന്ദകളേറെ ഞാനേറ്റു, തലയിൽ കൊൾമൊഴിച്ചൂടി നിന്ദകളേറെ ഞാനേറ്റു, കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ, കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ, നിന്റെ കൈകാലുകളാണികളേറ്റല്ലോ, നിന്റെ കൈകാലുകളാണികളേറ്റല്ലോ. ഞാനത്രമേ നിന്നെ സ്നേഹിച്ചു, ഞാനത്രമേ നിന്നെ സ്നേഹിച്ചു. മകനേ നീ എൻ പ്രാണൻ വില, മകളേ വില, എന്നും നീ എൻ്റെ മാത്രമേ, എന്നും നീ എൻ്റെ മാത്രമേ. നീ പോയി നിന്നരികിൽ ഞാൻ വന്നല്ലോ, ദൂരത്തെങ്ങോ നീ പോയി നിന്നരികിൽ ഞാൻ വന്നല്ലോ, നിൻ പിഴകൾക്കെല്ലാം
ക്ഷമയും ഞാൻ നൽകി. നിൻ പിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി. നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ. നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ. നിന്നെ സ്വന്തമാക്കിയേ ഞാൻ. നിന്നെ സ്വന്തമാക്കിയേ മകനേ നീയൻ പ്രാണൻ വില. മകളേ നീയൻ പ്രാണൻ വില. എന്നും നീ എൻ്റെ മാത്രമേ. എന്നും നീ എൻ്റെ മാത്രമേ. എൻ ചങ്കുതകർക്കും നിന്നെ സ്നേഹിച്ചു. എൻ ചോരതൊഴിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കുതകർക്കും നിന്നെ സ്നേഹിച്ചു. എൻ ചോരതൊഴിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആശാവമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. ആശാവമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ നീയും പ്രാണൻ വില. മകളേ നീയൻ പ്രാണൻ വില. എന്നും നീ എൻ്റെ മാത്രമേ. എന്നും നീ എൻ്റെ മാത്രമേ. എന്നും നീ എൻ്റെ മാത്രമേ. എന്നും നീ എൻ്റെ മാത്രമേ. പ്രത്യേകിച്ച് ഈ യോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ 2 ദിവസമായിട്ട് ചാലക്കാട് പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ അതുപോലെ തന്നെ മറ്റിടങ്ങളിലായിട്ട് ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ഗ്രാമീണ സുവിശേഷമായിട്ട് ഇവിടെ അടുത്ത് തന്നെ പടയവള്ളിക്കടുത്ത് പ്രവർത്തിച്ചു വരുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ഫെയ്ത്ത് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പലയിടങ്ങളിൽ സഞ്ചരിച്ചു. ആ സഭയുടെ വിശ്വാസികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ഗാനം കൂടി പാടി അതിനുശേഷം നമുക്ക് ദൈവവചനത്തിൽ കേട്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം. അതിനായിട്ട് കുഞ്ഞുവിഷൻ സിയോൻ മണാളനേ ശരണൻ പ്രിയനേ. സിയോൻ മണാളനേ ശരണൻ പ്രിയനേ. നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോൻ മണാളനേ ശരണൻ പ്രിയനേ. സിയോൻ മണാളനേ ശരണൻ പ്രിയനേ. നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പലരും വരവേറുന്നറിയുന്നില്ല ഞാൻ. പലരും വരവേറുന്നറിയുന്നില്ല ഞാൻ. അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാൻ. സിയോൻ മണാളനേ ശരണൻ പ്രിയനേ. സിയോൻ മണാളനേ ശരണൻ പ്രിയനേ. നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ.
രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ. പോയി മറയുമേ. കണ്ണിമയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൻപുരിയതിൽ. കണ്ണിമയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൻപുരിയതിൽ. സിയമണാളനെ ശാലമിൽ പ്രിയനെ. സിയമണാളനെ ശാലമിൽ പ്രിയനെ. നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ അടുത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ അടുത്തിൽ വന്നു വാഴുവാൻ. സഭയം കാന്തയെ ചേർക്കുന്ന നേരത്തു എന്താനന്ദമേ. സഭയം കാന്തയെ ചേർക്കുന്ന നേരത്തു എന്താനന്ദമേ. എന്താനന്ദമേ. പ്രിയന്റെ മാർഗം ഞാൻ ചാരു സമയത്ത് പരമാനന്ദമേ. പ്രിയന്റെ മാർഗം ഞാൻ ചാരു സമയത്ത് പരമാനന്ദമേ. സിയമണാളനെ ശാലമിൽ പ്രിയനെ. സിയമണാളനെ ശാലമിൽ പ്രിയനെ. നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ. എടുക്കപ്പെടുമല്ലോ. ആ മകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. ആ മകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. സിയമണാളനെ ശാലമിൽ പ്രിയനെ. സിയമണാളനെ ശാലമിൽ പ്രിയനെ. നിന്നെ കാണുവാൻ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരിധിക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി രാജാക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഗ്രാമീണ സുവിശേഷീകരണ യാത്രയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. പലയിടങ്ങളിലായി യേശുക്രിസ്തു മനുഷ്യ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അതിലൂടെ വന്ന രൂപാന്തരത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളാണ് ഞങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു സർക്കാർ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം എവിടെ ചെന്നാലും അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നതായ ഒരു സംവിധാനം കാണാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫീസിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സഹായം അവരിൽ നിന്ന് നമുക്ക് മാർഗനിർദ്ദേശം അവർക്ക് ലഭിക്കും. എന്നതുപോലെ തന്നെയാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഈ ദൗത്യം. ഇതൊരു ജോലിയായിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഇതൊരു മഹാനിയോഗമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ദൈവം ഞങ്ങൾക്ക് ചെയ്ത ആ നന്മകൾക്ക് അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു വിടുതലിന് പകരമായി എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. മറിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് പ്രിയരെ, പരസ്യമായ ഈ സ്ഥലങ്ങളിൽ അതേ ഞങ്ങൾ ലജ്ജയില്ലാതെ ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽക്കാൻ ഇടയായി തീർന്നത്. മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പാടിയല്ലോ. പ്രത്യേകിച്ചും വളരെ ഉത്സാഹത്തോടു കൂടെ ഞങ്ങളുടെ സഹോദരിമാര് ചർച്ചില് പ്രിയ കുഞ്ഞുങ്ങള് വളരെ പല ഇടങ്ങളിൽ സഞ്ചരിച്ചവര് പാട്ടുപാടുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. അതിനൊക്കെ പിന്നിൽ അവരെയും പ്രചോദിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ അളവറ്റ ആ കവിഞ്ഞൊഴുക്കാണ്. പ്രിയരെ, അങ്ങനെ ഒരു മഹാസ്നേഹം ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. അതിനുശേഷം ഒരു ദൈവദാസനോട് സാക്ഷ്യം പറഞ്ഞു, തന്റെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നും
തന്റെ ജീവിതത്തിൽ തകർത്ത് കളഞ്ഞ ഈ അനുഭവമാണ് താൻ പറഞ്ഞത്. എന്നാൽ അതിലൂടെ തനിക്ക് മടങ്ങി വരുവാനിടയായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ ആ മഹനീയമായ സുവിശേഷം ദൈവസ്നേഹത്തിലേക്ക് താൻ കടന്നു വന്നു എന്നുള്ള സത്യമാണ്. അതേ പ്രിയരെ, ഇങ്ങനെ ഒരു മടങ്ങി വരവ് തകർന്നു പോയ ജീവിതങ്ങൾ കൊണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ദേവദാസന്മാർ വായിച്ച ഒരു ദൈവവചന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലാണ്. അതേ കർത്താവായ യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ, കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ വന്ന് ഒരു പന്തിക്കിരിക്കുന്ന സമയത്ത് തന്നോടുകൂടെ ലാസർ എന്നു പേരുള്ള ഒരു മനുഷ്യനിരുന്നു. 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദീനമായി കിടക്കുന്ന ലാസറിനെ കാണുവാൻ കഴിയുന്നു. എന്നാൽ 11-ാം അധ്യായം അതെ പിന്നീട് അങ്ങോട്ട് വായിക്കുന്നത് ദീനമായി കിടന്ന ലാസർ മരിക്കുന്നു, അവനെ അടക്കം ചെയ്യുന്നു. ആ 4-ാമത്തെ ദിനം യേശു കർത്താവ് അവന്റെ കല്ലറക്കൽ ചെല്ലുന്ന സമയത്ത് തന്റെ സഹോദരിമാര് പറയുന്ന ഒരു പദമുണ്ട്, കർത്താവെ നാറ്റം വെച്ചു തുടങ്ങിയിരിക്കുന്നു. നല്ല യൗവനയുക്തനായ ആ സഹോദരൻ, വളരെ ഊർജ്ജസ്വലനായി ജീവിച്ചു വന്നവൻ, വെടുന്നനെ ജീവിതത്തിൻ്റെതായ ആ വഴിമുട്ടി മരണത്തിന് താൻ കീഴടങ്ങുവാനിടയായി തീർന്നു. ആ മരണത്തിന് കീഴടങ്ങിയ തനിക്ക് 2 സഹോദരിമാരാണുള്ളത്. ആ സഹോദരിമാർക്ക് തുണയായി തണലായി നിൽക്കേണ്ട ആ വ്യക്തിയായിരുന്നു അവൻ. എന്നാൽ മരണപ്പെട്ടു. അതേ ആചാരകർമ്മങ്ങളൊക്കെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ലാസറിനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ 4-ാം നാൾ ആ സഹോദരിമാരുടെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു വരുന്നു. കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ മാർത്ത വന്നിട്ട് കർത്താവിനെ ക്ഷണിക്കുന്നു, മറിയ വന്ന് ക്ഷണിക്കുന്നു. ഒടുവിലായിട്ട് ആ കല്ലറയുടെ മുമ്പിലേക്ക് യേശു കർത്താവ് പോയിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അവിടെ എഴുതിയിരിക്കുന്നു, ലാസർ കല്ലറയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നു. ചില നിമിഷങ്ങൾ മുമ്പ് വരെ നാറ്റം അമിച്ചതാ, കല്ലറയ്ക്കകത്തിരുന്ന് ഒരു മനുഷ്യ ശരീരം അഴുകി മാറിയതാ. എന്നാൽ ദൈവ വചനത്തിന്റെ മുമ്പിൽ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നെങ്കിൽ ഈ വിളിച്ചറിയിക്കുന്ന സുവിശേഷ സന്ദേശത്തിനകത്ത് അതുപോലെ ജീവിതം നഷ്ടപ്പെട്ട് നാറ്റം വെച്ച അനുഭവത്തിൽ കല്ലറയിലായിരിക്കത്തില്ല, പക്ഷെ ജീവിതത്തിന്റെ വഴിവിട്ട അനുഭവങ്ങൾ ഒരു ദുർഗന്ധത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം. മറ്റുള്ളവർ കാണുമ്പോൾ വെറുക്കപ്പെട്ട കണ്ണുകളോടെ നോക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വന്നേക്കാം. കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തുമൊക്കെ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെ നമ്മൾ കണ്ടെന്ന് വന്നേക്കാം. പ്രിയരെ, ഇനി ആർക്കും എന്നെ വേണ്ട, എന്റെ ജീവിതം ഇതോടുകൂടെ തീർന്നു, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ച് നടന്ന നാറ്റം വെച്ച അനുഭവമുള്ള അനേക വ്യക്തി ജീവിതങ്ങളെ തന്റെ വചനത്താൽ അവൻ നല്ല ജീവിതത്തിലേക്ക്, കൊള്ളാവുന്ന അനുഭവത്തിലേക്ക് മടക്കി വരുത്തിയ അനുഭവങ്ങളാണ് പാട്ടിലൂടെയും അനുഭവങ്ങളിലൂടെയും ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. പ്രിയരെ, എന്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനായ മനുഷ്യനായിരുന്നു. വർഷങ്ങളോളം എന്റെ മാതാപിതാക്കളോടൊപ്പം അങ്ങനെ ജീവിച്ചു വരവ് ഒരു രസത്തിന് വേണ്ടി ആരംഭിച്ച ലഹരി മരുന്നിന്റെ ഉപയോഗം പിന്നീട് എന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. 24-ാമത്തെ വയസ്സിൽ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മാതാപിതാക്കളും എന്നെ ഞാൻ ജീവിച്ചിരുന്ന സമൂഹവും എന്നെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ നാറ്റം വെച്ച ലാസറിന്റെ ജീവിതാനുഭവത്തിലൂടെ എന്റെ ജീവിതവും കടന്നുപോയി. എന്നെ കാണുന്നവർ അതേ മൂക്കുപൊത്തുകയും അത് തലകുനിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലൂടെ, കണ്ടാൽ ഭീതിപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ, മദ്യവും മയക്കുമരുന്നും എന്റെ ജീവിതത്തെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത നിലയിൽ തകർന്നു എന്ന് കരുതി പൂജപ്പരിസരത്തിനകത്ത് ആ ഇരുമ്പഴിക്കുള്ളിൽ ഞാൻ അകപ്പെട്ട സമയത്ത്, പ്രിയരെ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഉടുക്കാൻ തന്നെ ഉടുകൊണ്ട് കയറാക്കി മാറ്റി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ അതിനുള്ള സാഹചര്യമോ അവസരമോ അവിടെ കിട്ടിയില്ല. അവസരം കാത്തു കഴിയുന്ന സമയത്താണ് അതിനകത്തേക്ക് കടന്നു വന്ന ഇതുപോലെ ചില സിസ്റ്റേഴ്സും ചില സുവിശേഷകന്മാരും അതിനകത്ത് കടന്നു വരാനിടയായി തീർന്നു. അവർ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് ചില പാട്ടുകളൊക്കെ അവിടെ പാടി. അവൻ നിരാശ കൊണ്ട് ജീവിതത്തിൽ മടങ്ങി വരവില്ല, എല്ലാം തീർന്നു എന്ന് കരുതി ജീവിച്ചിരുന്ന എന്റെ കർണപിടങ്ങളിൽ ആ പാട്ടിന്റെ വരികളൊക്കെ കേട്ടു. ഞാന് അവൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അവിടെ വരെ ചെന്ന് നിന്നതാണ്. എന്നാൽ അവിടെ കേട്ട ദൈവശബ്ദം എന്റെ ജീവിതത്തിന് ഒരു പുതിയ അനുഭവം തരാനിടയായി തീർന്നു. പ്രിയരെ, കേവലം എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ കവലപ്രസംഗിയായി മാറിയതല്ല ഞങ്ങൾ.
ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് അതെ ഞങ്ങളുടെ അകത്ത് ഞങ്ങൾക്ക് ജീവൻ പകർന്ന ഒരു യേശുവുണ്ട്. അതെ ഞങ്ങളുടെ അധപ്പതനത്തിൽ നിന്ന് ഞങ്ങളെ അതെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു യേശുവുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ ഉയർച്ചയിലേക്ക് നടത്തിയ ഒരു യേശുവുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കല്ലറയ്ക്ക് മുമ്പിൽ പോയി നാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ കാരാഗൃഹത്തിനകത്തേക്ക് തന്റെ ദാസന്മാരെ അയച്ച് ആ സുവിശേഷ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ അഗാധതയിൽ പാപമാകുന്ന തടവറയ്ക്കകത്താണെങ്കിൽ പാപമാകുന്ന കല്ലറയ്ക്കകത്ത് ഞാൻ കിടന്ന മനുഷ്യനാണ്. പാപത്തിന്റെ പ്രവൃത്തികളിലൂടെ അതേ ഒരു നാശകരമായ ജീവിതത്തിലേക്ക് പോയി നാറ്റം വെച്ച അവസ്ഥയിൽ അതിനകത്ത് മരിച്ചു മൺമറഞ്ഞു കിടന്ന രാധാകൃഷ്ണനോട് പറഞ്ഞു, രാധാകൃഷ്ണ പുറത്തു വരിക, അവൻ എന്റെ രക്ഷത്താൽ ഞാൻ നിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റുമെന്ന്. അത് യേശു തന്റെ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു മടങ്ങിവരവ് ആഗ്രഹിച്ച് ഞാൻ യേശുവിന് വേണ്ടി എന്റെ ജീവിതം കൊടുത്തു. പ്രിയരെ, ദൈവവചനം എങ്ങനെ പറയുന്നു? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. എന്താണ് ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി കർത്താവ് ചെയ്തത്? പ്രിയരെ, അത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ക്രൂശിക്കപ്പെട്ട ഒരാളുടെ മരണത്തെ കുറിച്ച് ഇത്രയധികം പ്രസംഗിക്കുന്ന ഒരു ഭാഗം വേറെ ഉലകത്തിൽ വേറെ എങ്ങുമില്ല. എന്നാൽ മരണത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ അതിനകത്തൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴം കൂടെ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, സ്നേഹം എന്നുള്ള മൂന്നക്ഷരം നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അതേ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അപ്പൻ മക്കളെ സ്നേഹിക്കുന്നു, മക്കളെ അപ്പനമ്മയെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഒരിക്കലും മാറുകയില്ല എന്ന് പറഞ്ഞ എത്രയോ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നേഹം, ആ സ്നേഹത്തിനൊക്കെ അതിർവരമ്പുകളുണ്ട്. ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ഭാര്യ ഭർത്തൃബന്ധമായിക്കോട്ടെ, ഭർത്താവ് മരിച്ചു, അതെ ആ കല്ലറക്കൽ ചെന്നേച്ചും ഒരു പിടി വെള്ളം മാറിയിട്ട് അവിടെ നിന്ന് അവർ മടങ്ങി വീട്ടിലേക്ക് വരും. ആ സ്നേഹബന്ധം കല്ലറയോടെ അവസാനിക്കും. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവസ്നേഹം കല്ലറയ്ക്ക് അപ്പുറത്ത് നിശ്ചയമായ ജീവിതത്തിലേക്ക് കൂടെ നമ്മെ കരം പിടിച്ച് കയറ്റുന്ന ആ ദൈവസ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയണം. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അവൻ പാപത്തിൽ, അതേ പാപാന്തകാലത്തിൽ പിടിക്കപ്പെട്ട് പൈശാചിക ബന്ധനങ്ങൾ അകപ്പെട്ട് ജീവിതത്തിന്റെ നല്ല അംശവും അതേ പിശാചിന്റെ പ്രവൃത്തികളിലൂടെ കടന്നുപോയി ഇനി ഒരിക്കലും മടങ്ങി വരവില്ലെന്ന് കരുതി ജീവിച്ച എന്റെ അടുക്കലേക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു രക്ഷകനുണ്ടെന്നും സുവിശേഷത്തിലൂടെ തിരിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതേ ക്രൂശിൽ നമ്മൾ കാണുന്നത് അതാണ്. അതെ, ഗുണവാന്മാർക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തയ്യാറാവും കേട്ടോ. അത് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ നമുക്ക് നല്ല വരുമാനം കിട്ടാൻ മാർഗമുണ്ടെങ്കിൽ കിട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങൾ കൊടുക്കാനോ ഒക്കെ ആൾക്കാർ തയ്യാറാകും. എന്നാൽ ദോഷത്തിൽ ജീവിക്കുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം റോമർക്കെഴുതിയാല് ഗുണവാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറാകും. പക്ഷെ ദോഷികൾക്ക് വേണ്ടി ആരാ മരിക്കുന്നത്? റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയരെ, ആ സ്നേഹം അത് പ്രകടമാക്കിയത് തന്റെ മരണത്തിലൂടെയാണ്. എന്തിനാണ് താൻ മരിച്ചത്? പാപത്തിൽ ജീവിച്ച മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് താൻ ക്രൂശിൽ മരിച്ചത്. അപ്പോസ്തലനായ പത്രോസ്, പ്രഥമ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ ക്രൂശ് മരണമാണ് പാപത്തിൽ മരിച്ചു കിടന്ന, പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന മാനവരാശിക്ക് ജീവൻ കൈമാറാനിടയായി തീർന്നത്. അതുകൊണ്ട് ആ മരണം കേവലം ഒരു രക്തസാക്ഷി മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു മരണമോ ആയിരുന്നില്ല. അത് സ്വർഗത്തിലെ ദൈവം നിർണയിക്കപ്പെട്ടതും നിശ്ചയിക്കപ്പെട്ടതുമായ ഒരു വലിയ യാഗമായിരുന്നു. അത് ആ യാഗം കഴിച്ച് യാഗത്തിലൂടെ
താൻ ഒഴുക്കിയ പരിശുദ്ധ രക്തത്തിലൂടെ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുവാനിടയായി തീർന്നു. അതെങ്ങനെയാണ് എനിക്ക് സ്വായത്തമായി തീരുന്നത്? പ്രിയരെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ യേശു ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടുമ്പോഴാണ് ഈ പാപ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുയേശു നമ്മളെ മാറ്റിയെടുക്കുന്നത്. കാരാഗൃഹത്തിനകത്ത് കടന്നു വന്ന സുവിശേഷകൻ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമുള്ള സന്ദേശം അവിടെ കൈമാറാനിടയായി തീർന്നു. അദ്ദേഹം ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഇടവും വലവും രണ്ട് ദുഷ്പ്രവൃത്തിക്കാരായ മനുഷ്യരെ തൂക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതിലൊരുവൻ ഇങ്ങനെ പറഞ്ഞു, അതെ, നീ ക്രിസ്തുവല്ലയോ, നീ ദൈവമല്ലയോ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് മടങ്ങി വന്ന് ഞങ്ങളെയും കൂടെ രക്ഷിക്കുക എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റേ ആ ദുഷ്പ്രവൃത്തിക്കാരൻ, അവർ ചങ്ങാതിമാരാണ്, അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എടാ, നമ്മൾ രണ്ടുപേരും ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞു. ലോകത്തിന്റെ പാപവഴികളിൽ ജീവിച്ച് ലോകത്തിന്റെ എല്ലാത്തിലും തകർന്നതായ ആ വ്യക്തിത്വങ്ങൾ, എന്നാൽ ഒരുവൻ തന്റെ ജീവിതത്തിൽ യേശുവിനെ ക്രൂശിൽ വെച്ചുകൂടെ പരിഹസിക്കുന്ന സമയത്ത് മറ്റൊരുവൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കാനും ഏറ്റെടുക്കാനും ഇടയായി തീർന്നു. ഒരുപോലെ മരണത്തിന് വിധേയപ്പെട്ട് കിടന്ന ആ രണ്ട് വ്യക്തികളിൽ ഒരുവൻ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. ഇതത്ര പ്രിയരെ മഹനീയമായ ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹമാണ് അവൻ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത്. ഇന്നലകളിൽ നമുക്ക് വന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ചൊന്നും യേശു കർത്താവ് നമ്മളോട് ചോദിക്കുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ചൊരു മാനസാന്തരം നമുക്ക് വേണം. ദൈവത്തിന്റെ വചനത്തിൽ യേശു കർത്താവ് അവൻ പരസ്യമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കാൻ പറഞ്ഞൊരു പദമുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതേ കാലങ്ങളായി പിശാച് മാനവരാശിയെ ഭരിച്ച് അവരുടെ ജീവിതത്തിനകത്ത് എല്ലാവിധമായ തിന്മകളും അടിച്ചേൽപ്പിച്ച് കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും അവരുടെ ജീവിതം നാശയോഗ്യമാക്കി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് കേൾക്കാം. അത് പൗലോസിന്റെ മാത്രം ചോദ്യമല്ല പ്രിയരെ, നമ്മിൽ ഓരോരുത്തരെയും ചോദ്യമാണ്. കാരണം മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ഒരു നാൾ നമ്മളെല്ലാവരും കീഴടങ്ങേണ്ടത് ആവശ്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു പോകാൻ നമുക്ക് ഉപവകുപ്പുകളുണ്ട്. അതേ മരണം നമ്മെ വന്ന് മാടി വിളിക്കുമ്പോൾ, മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നമ്മെ പിടിക്കുമ്പോൾ അതേ മാറി നിൽക്കെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് നിശ്ചയമാണ്. എന്നാൽ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. അത് നിത്യമായ ജീവിതമാണ്. അത് സ്വർഗീയമായ ജീവിതമാണ്. ലോകത്തിലെ ആചാര്യന്മാരും ലോകത്തിൽ വന്ന പ്രഭുക്കന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഈ ലോകത്തിൽ മാന്യമായി ജീവിക്കാനുള്ള കഥകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പഠിപ്പിച്ചത്, ഈ ഭൂമി ശാശ്വതമല്ല, ഇത് ഇഴകുന്നതാണ്, ഇതിന് അവസാനം വരുമെന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ ഇതിനപ്പുറമായിട്ട് നിത്യമായി നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ നിത്യമായ ഒരു ജീവിതമുണ്ട്. പ്രിയരെ, പാപത്തിൽ മരിച്ച് പാപ അന്ധകാരത്തിൽ ജീവിച്ച് അവയെ മരിച്ചടക്കപ്പെട്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യന് മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തുള്ള മനുഷ്യന്റെ പാപത്തെ നീക്കിക്കൊണ്ട് ന്യായവിധി മാറ്റിക്കൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവനെ കരം പിടിച്ചു നിർത്തി. കാരാഗൃഹത്തിനകത്ത് ആർക്കും വേണ്ടാതെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും എല്ലാം അവസാനിച്ചത് കഴിഞ്ഞ സ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ, യേശു ക്രിസ്തുവിന്റെ വചസ്സുകൾ എനിക്ക് ജീവൻ നൽകി, എനിക്ക് രൂപാന്തരം നൽകി, എന്റെ ജീവിതത്തിന് മാറ്റം നൽകി, അത്ഭുതകരമായ ജീവിതമാറ്റം നൽകി. ഞാൻ കാലങ്ങൾക്ക് ശേഷം കാരാഗൃഹത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് എന്റെ ഭവനത്തിൽ വന്നു. എന്റെ വീട്ടുകാർക്ക് ആദ്യം അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അതേ രാധാകൃഷ്ണന് മാറ്റം വന്നു. അതേ പ്രിയരെ, ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവസ്നേഹത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അതേ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും
അത് ജീവിതത്തിന്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, മദ്യത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ അല്ലെങ്കിൽ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. 10 പൈസ മുടക്കില്ല, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ ഒരു വലിപ്പമുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. നിന്നെ മൂടി വെച്ചിരിക്കുന്ന, അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും പൂർണ്ണമായി വിടുതൽ നൽകി മനോഹരമായ നല്ലൊരു ജീവിതത്തിലേക്ക്, നിത്യമായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയും. അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ അവസരമൊരുക്കുന്ന ചർച്ചിന് പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ദേശത്തിന്റെ വാസികളുടെ നടുവിൽ നമുക്ക് ഇത്രയും സമയം ദൈവവചനവും സാക്ഷ്യവുമായിട്ട് നിൽക്കുവാൻ ദൈവം സഹായിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവരെയും ഓർത്ത്, പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, ദേശനിവാസികളെല്ലാം ഓർത്ത് ഒരു വാക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാണ്. പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ ശക്തിയേറിയ വചനം നമ്മുടെ ദേശത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമായിരിക്കുകയാണ്. ഈ നാളുകളിൽ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാണ് ദേശത്ത് ദൈവം ഒരുക്കേണ്ടതായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവത്തിന് ഈ ദേശത്തെ ജനവ്യക്തികളെ നാം ഈ നാശത്തിലേക്കല്ല നിത്യജീവനിലേക്ക് ഓർമ്മിക്കാരാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കേണ്ടതായി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസ്ഥലിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധമാവിന്റെ ശക്തിയേറിയ അഭിഷേകം പരിശുദ്ധ ദൈവമേ ഈ ദേശത്ത് അയക്കട്ടെ. അനേകരെ അന്ധകാരത്തിലേക്കും ശാപത്തിലേക്കും പാപത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടനാകുന്ന പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്ന് കർത്താവേ ഇതിന്റെ ജനം വിടുവിക്കപ്പെടട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോകത്തിലെ പാപങ്ങളിലേക്ക് അടിമയാക്കിക്കൊണ്ട് അനേക നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തെ, നീതിയെ, ന്യായവിധിയെ കുറിച്ച് ബോധപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് ഇടപെടുമാറാകണമേ. ചില ഹൃദയങ്ങൾക്ക് ദൈവ രൂപാന്തരങ്ങൾ കൊടുക്കണം കർത്താവേ. ഈ സത്യ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമെങ്കിൽ കണ്ടെത്തുമെന്നുള്ള നിലവചനപ്രകാരം കർത്താവേ ഈ നാളുകളിൽ സത്യദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാനും ആ സത്യദൈവം അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുവാനും സമാധാനം കൊടുക്കുവാനും നിത്യജീവൻ അവകാശിയാക്കി തീർക്കുവാനും സ്വർഗത്തിൽ ദൈവം സഹായിക്കണമേ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്നുള്ളവരാ ശരിയായ സത്യത്തിലേക്കും അവയെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഈ ദേശം കർത്താവെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന് പറയത്തക്ക രീതിയിൽ കർത്താവെ അനേകർ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് ഈ ദേശത്ത് നിന്ന് കടന്നു വരുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവവചനം സംസാരിക്കുന്ന ആവശ്യമാർക്കായി പാടിയവർക്കായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. ദേശത്ത് കർത്താവെ അവയെ ശാപത്തിലെ മദ്യത്തിലെ മയക്കുമരുന്നിലെ എല്ലാ വ്യാപാരത്തിലും വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഒരു വിടുതൽ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ സമയം വലിയ ശ്രമിച്ചതായി സ്തോത്രം. ദേശത്തിന് വേണ്ടി അനുഗ്രഹം പൂർണ്ണമായി അവരാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിരിക്കുക കർത്താവിന്റെ പ്രാർത്ഥന കേട്ടനായ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ തരുന്നു. യേശുക്രിസ്തുവിനെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ.